ദൈവസാന്നിധ്യം കൊണ്ട് അനുഗ്രഹമായിരിക്കുന്ന ഈ നല്ല സന്ധ്യാനിമിഷങ്ങൾക്കായി ഞാൻ എൻ്റെ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ദൈവസഭയുടെ 101ാമത് സ്റ്റേറ്റ് കൺവെൻഷൻ്റെ 5ാം രാത്രിയിൽ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ വലിയവനായ ദൈവം എനിക്ക് ഒരുക്കിയ ഈ വിലപ്പെട്ട അവസരത്തിനായി സകല സ്തുതിയും സ്തോത്രവും മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും കർത്താവിൻ്റെ മുമ്പിൽ അർപ്പിക്കുന്നു. ഈ മഹായോഗത്തിൻ്റെ 5ാം രാത്രി യോഗത്തെ അധ്യക്ഷപദം വഹിക്കുന്ന ഇന്ത്യ ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറി, അതിലുപരിയായി ഞങ്ങളുടെ കൊട്ടാരക്കര സെൻറ്ററിൻ്റെ ശുശ്രൂഷകനും അതിലുപരി എന്നെ ഒരു അജിനെ പോലെ സ്നേഹിക്കുന്ന ബഹുമാനിയ സജി ജോർജ് പാസ്റ്റർ, നമ്മുടെ ദൈവസഭയെ കഴിഞ്ഞ നാളുകളായി ക്രിസ്തുവിൽ വളരെ ശക്തമായി നയിച്ചു കൊണ്ടിരിക്കുന്ന ദൈവസഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ്, സ്റ്റേറ്റ് ഓവർസിയർ, നാഷണൽ ചെയർമാൻ റവറൻഡ് CC തോമസ് അവറുകൾ, ദൈവസഭയുടെ അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റർ പാസ്റ്റർ Y റെജി അവറുകൾ, എഡ്യൂക്കേഷൻ ഡയറക്ടർ പാസ്റ്റർ ഷിബു K മാത്യു, കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി പാസ്റ്റർ സാൻകുട്ടി മാത്യു, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അനുഗ്രഹീത ദൈവസഭയുടെ ശുശ്രൂഷകന്മാർ, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, സീനിയർ ദൈവദാസന്മാർ, എനിക്ക് ശേഷം ദൈവവചനം ശുശ്രൂഷിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ഈ പന്തലിലായിരിക്കുന്ന എല്ലാ കർത്തൃഭൃത്യന്മാർ, ദൈവമക്കൾ ഏവർക്കും എളിയവനായ എൻ്റെ വിശേഷമായ വന്ദനത്തെ അറിയിക്കുന്നു. ഈ രാത്രി ഒരുമിച്ച് ദൈവപാദപടെ ആയിരിക്കാൻ കർത്താവ് നമുക്കൊരുക്കിയ നല്ല അവസരത്തിന് സന്തോഷമുള്ളവർ അക്കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഈ രാത്രി നമ്മൾ ഒരുമിച്ച് അല്പസമയം ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനാധാരമായി ഒരു വേദഭാഗം വായിച്ച് സഹായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 17ാം അധ്യായം 6 1 2 വാക്യങ്ങൾ. മത്തായി ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു. മോശെ ഏലിയാവ് അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. വളരെ പരിചിതമായ ഒരു വചനഭാഗമാണ് നാം വായിച്ചു കേട്ട മത്തായി സുവിശേഷം 17ാം അധ്യായത്തിൻ്റെ പ്രാരംഭം 2 വാക്യങ്ങളിലായി കേൾക്കുവാൻ ഇടയായി തീർന്നത്. ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷൻ്റെ തീം സ്ഥിരതയോടെ ഓടുക എന്നുള്ളതാണ്. ഈ രാത്രി ആ തീമിനെ കുറിച്ച് ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ വായിച്ച വചനവുമായി അതിനെ ഒന്ന് കണക്ട് ചെയ്ത് ലഭിക്കപ്പെട്ട സമയത്തിനുള്ളിൽ എൻ്റെ വാക്കുകൾ ചുരുക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ സ്ഥിരതയോടെ ഓടുക എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നിരവധി പ്രഭാഷണങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആഴങ്ങൾ ഒരുപക്ഷെ ഈ രാത്രി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ സന്ദേശത്തിൻ്റെ ശ്രേഷ്ഠകരമായ തലങ്ങളിലേക്ക് പോകുവാൻ ഇന്ന് രാത്രി ഞാൻ മുതിരുന്നില്ല. അതിനുള്ള സമയവും എൻ്റെ മുമ്പിലില്ല. അതിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മനസ്സിൽ തന്ന ഒരു കൊച്ചു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. സ്ഥിരതയോടെ ഓടുക. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നാം കേട്ടല്ലോ, എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അന്നത്തെ സഭ നേരിട്ട 2 അതിപ്രധാനമായ വിഷയങ്ങളാണ്. ഒന്ന്, സഭയ്ക്കകത്ത് കടന്നുകൂടിയിരിക്കുന്ന ദുരുപദേശങ്ങൾ, യഹൂദ മതത്തിൻ്റെ സ്വാധീന നിമിത്തമായി സഭയെ സ്വാധീനിച്ച ദുരുപദേശങ്ങൾ. 2, സഭ ആ കാലഘട്ടത്തിൽ നേരിട്ട പീഡനങ്ങൾ. ഇത് 2 നിമിത്തമായി അനേകർക്ക് വിശ്വാസത്യാഗം സംഭവിക്കപ്പെടുകയും അനേകർ വിശ്വാസത്തിൽ സ്ഥിരത കാണിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ആ എബ്രായ വിശ്വാസികളെ സ്ഥിരതയിലേക്ക് നയിക്കുവാൻ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ഈടുറ്റ ലേഖനമാണല്ലോ എബ്രായ ലേഖനം. ആ എബ്രായ ലേഖനത്തിൽ കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ കേട്ടു, നിരവധി ആഹ്വാനങ്ങളും മുന്നറിയിപ്പുകളുമുണ്ട്. അങ്ങനെയുള്ള ആഹ്വാനങ്ങളും മുന്നറിയിപ്പുകളിലും അതിശ്രേഷ്ഠകരമായ ഒരു ആഹ്വാനമാണ് നമ്മുടെ ഈ വർഷത്തെ തീം, സ്ഥിരതയോടെ
ഓടുക. ഒരുപക്ഷേ ഈ വിഷയത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഈ രാത്രിയിൽ. കാരണം നാം ആയിരിക്കുന്ന ഭാരതസഭ ഈ രണ്ട് പ്രതിസന്ധികളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശദീകരിക്കുന്നില്ല എങ്കിൽ ഒറ്റ വാക്കിൽ പറയട്ടെ, ഒട്ടനവധി നിരവധി ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൻ്റെ അതിരുവിട്ടാൽ ദൈവസഭ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. വിശദീകരിക്കുവാൻ സമയമില്ല. അതുകൊണ്ട് സ്ഥിരതയോടെ ഓടുക എന്ന ഈ തീം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വെരി റിലവൻറ്റ്, വളരെ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു തീമാണ്. ആമേൻ. എത്ര ദുരുപദേശങ്ങൾ വേട്ടയാടിയാലും, എത്ര പീഡകൾ ആമേൻ നമുക്ക് നേരെ വന്നാലും, ക്രിസ്തുവിനെ കണ്ടവൻ സ്ഥിരതയോടെ അവൻ്റെ ഓട്ടം പൂർത്തീകരിക്കും. അതിനുള്ള അതിശ്രേഷ്ഠകരമായ ആഹ്വാനങ്ങൾ നമുക്ക് ലഭിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു കാര്യം ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ആമേൻ മനസ്സിലാകുന്നു, അസ്ഥിരത എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഇന്ന് രാത്രി ഇവിടെ ഈ പന്തലിൽ കീഴിരിക്കുന്നവരോട് ഞാനൊരു വാക്കിൽ ചോദിക്കട്ടെ, നിങ്ങൾ ഇറങ്ങിയ കാലത്തെ അതേ സ്പീഡിൽ, അതേ വേഗതയിൽ ഇന്നും ഓടുന്നു എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഞാനൊരു കണക്കങ്ങ് പറയട്ടെ, ഒരു 10% പേര്. അങ്ങനെ ഞാൻ അതേ വേഗതയിൽ ഒരു ഇടർച്ചകളും വരാതെ, ഒരു അസ്ഥിരതയും ജീവിതത്തിൽ വരാതെ ഞാൻ ഇന്ന് വരെ ഓടുന്നു എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഞാൻ എൻ്റെ വാക്കിൽ പറയട്ടെ, 90% പേരും, ഞാൻ ഉൾപ്പെടെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും തളർച്ചകൾ അനുഭവിച്ചവരാ, ജീവിതത്തിൽ ക്ഷീണങ്ങൾ അനുഭവിച്ചവരാ. എന്നാൽ ഇന്ന് പകലും ഈ രാത്രി നമ്മെ നിർത്തിയ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുക. കഴിവുകൊണ്ടല്ല നിന്നത്, മിടുക്കുകൊണ്ടല്ല നിന്നത്. 94-ാം സങ്കീർത്തനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ്റെ ദയയാൽ എന്നെ താങ്ങി. ആമേൻ. ഈ രാത്രി കാല് വഴുതി തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു അസാധാരണ കൃപ നമ്മുടെ മേൽ പകർന്ന് ഈ രാത്രി വരെ നിർത്തിയ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവർ ആ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാ, എന്തുകൊണ്ടാണ് ചിലർ വീണുപോയത്? എന്തുകൊണ്ടാണ് വീണുപോയേ? സങ്കീർത്തനത്തിന്റെ ഭാഷയിൽ പറയാം, കാല് വഴുതി തുടങ്ങിയപ്പോൾ പറയേണ്ടവനോട് പറഞ്ഞില്ല എന്ന ഒറ്റ കാരണം കൊണ്ട്, കഴിവില്ല മിടുക്കില്ലാത്തത് കൊണ്ടല്ല, നീ പറയേണ്ടവനോട് ആ പ്രശ്നത്തെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഈ 5-ാം രാത്രിയിൽ ഹൃദയം തുറന്നപ്പാ എൻ്റെ ഹൃദയം തളർന്നിട്ടുണ്ട് എന്ന് ഈ രാത്രി പറയാൻ മനസ്സുണ്ടെങ്കിൽ ഒരു അസാധാരണതയ എൻ്റെ മേൽ, നിങ്ങളുടെ മേൽ തരുവാൻ അവൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. സന്തോഷമുള്ളവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഈ വചനഭാഗത്തോട് ഞാൻ 2 ചോദ്യം ചോദിക്കുകയാണ്. എന്തുകൊണ്ട് സ്ഥിരതയോടെ ഓടണം? എന്തുകൊണ്ട് യേശുവിനെ നോക്കണം? ഈ 2 ചോദ്യത്തിൻ്റെ മറുപടി വേഗത്തിൽ ചുരുക്ക വാക്കുകൾ പറയുമ്പോൾ എൻ്റെ സന്ദേശം ഇവിടെ പൂർത്തീകരിക്കപ്പെടും. എന്തുകൊണ്ട് സ്ഥിരതയോടെ ഓടണം? ഈ വാക്യം തന്നെ അതിന് പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്: സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. എന്താണ് ആ പദപ്രയോഗത്തിൻ്റെ അർത്ഥം? ഒരുപക്ഷെ ഇന്നലെ പറഞ്ഞ ദൈവദാസന്മാരൊക്കെ പറഞ്ഞല്ലോ, ഈ സാക്ഷികളെല്ലാം കൂടെ, അല്ലെങ്കിൽ 11-ാം അധ്യായത്തിൽ പറയുന്ന വിശ്വാസ വീരന്മാർ നമ്മെ നോക്കിക്കൊണ്ട് ചുറ്റും നിൽക്കുന്നു എന്നൊരർത്ഥത്തിലല്ല ഈ വചനത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം? അത് മനസ്സിലാകണമെങ്കിൽ 11-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വായിച്ച് 39-40 വാക്യങ്ങൾ നമ്മൾ വായിക്കേണ്ട സമയമില്ല. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അവരെല്ലാവരും സാക്ഷ്യം പ്രാപിച്ചെങ്കിലും ആരും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. ശ്രദ്ധിച്ച്, അബ്രഹാം ഒരു വിശ്വാസ വീരനായിരുന്നു, മോശ ഒരു ഭക്തനായിരുന്നു, ദാവീദ് ഒരു ശ്രേഷ്ഠനായിരുന്നു. പക്ഷെ അവരാരും അതിൻ്റെ പൂർത്തീകരണം പ്രാപിച്ചില്ല, വാഗ്ദത്ത നിവർത്തീകരണം പ്രാപിച്ചില്ല. അവർ പ്രാപിച്ചില്ല, ഇല്ല.
എന്നിട്ട് പറയാണ്, അവർ നമ്മളെ കൂടാതെ പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം എനിക്കും നിനക്കും വേണ്ടി നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഓടേണ്ടത്? അബ്രഹാമിനോട് തുല്യം ചെയ്ത ഞാൻ ഒന്നുമല്ല, നിങ്ങൾ ഒന്നുമല്ല. പക്ഷെ അബ്രഹാം പോലും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാ. അവർ പ്രാപിക്കുന്നതിന് മുമ്പേ ഈ വാഗ്ദത്ത നിവർത്തീകരണം പുതിയ ദൈവസഭ പ്രാപിച്ചെടുക്കും. അതിന്റെ ഗൗരവം തിരിച്ചറിയുന്നവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. സ്ഥിരതയോടെ അവരോടും. അതുകൊണ്ട് ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, എന്തുകൊണ്ടാണ് സ്ഥിരതയോടെ ഓടേണ്ടത്? അബ്രഹാമിനും ദാവീദിനും മോശയ്ക്കും മീതെ ദൈവം എന്നെ നിങ്ങളെ കണ്ടുവച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയാ, വി ആർ സോ പ്രിവിലേജ്ഡ്. നമ്മൾ ഒത്തിരി ഭാഗ്യമുള്ളവരാ. ആമേൻ, ഹല്ലേലൂയ. ആ ഭാഗ്യാവസ്ഥ നമുക്ക് തരുവാൻ തക്കവണ്ണം യേശു നമ്മെ സ്നേഹിച്ചു എന്ന കാരണം കൊണ്ടാ ഞാനും നിങ്ങൾ ഓടേണ്ടത്. വേറെ ആരുടെ മാതൃകയല്ല. അബ്രഹാമിന് പ്രാപിക്കാൻ കഴിയാത്ത ഒന്ന്, മോശയ്ക്ക് പ്രാപിക്കാൻ കഴിയാത്തതൊന്ന് അവര് പ്രാപിക്കുന്നതിന് മുമ്പ് പുതിയ നിയമസഭ പ്രാപിച്ചെടുക്കും. ആ പ്രത്യാശയുള്ളവർ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഈ ഭാഗ്യാവസ്ഥയിലേക്ക്, ഈ അസുലഭ നിമിഷത്തിലേക്ക് എന്നെയും നിങ്ങളെയും കണ്ട ദൈവ സ്നേഹമാണ് അവന് വേണ്ടി ഓടുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. അത് ഉള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ സ്ഥിരതയോടെ ഓടണം? ഒറ്റ കാര്യം, അത് വിശദീകരിക്കുന്നില്ല. എന്നെ കർത്താവ് സ്നേഹിച്ചത് കൊണ്ട്, കർത്താവിന്റെ സ്നേഹം എന്റെ മേൽ വീണത് കൊണ്ട്, ഹല്ലേലൂയ, ഈ ഭാഗ്യകരമായ പദവിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നതിനെ ഓർത്ത് ഈ രാത്രിയെ സ്തുതിക്കുന്നു എന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവർ ആ കരമുയർത്തി, കർത്താവേ, അവർക്ക് പ്രാപിക്കാൻ കഴിയാത്ത ഒന്ന് അവർക്ക് മുമ്പ് ഏറ്റെടുക്കത്തക്ക നിലയിൽ എന്നെയും നിന്നെയും കർത്താവ് സ്നേഹിച്ചല്ലോ. താങ്ക് യു ജീസസ്. അത് ഇത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. എൻ്റെ പ്രധാന ചിന്തയിലേക്ക് വരുന്നു. എന്തുകൊണ്ട് യേശുവിനെ നോക്കണം? അതിനുവേണ്ടിയാണ് നമ്മൾ മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിച്ചത്. ശ്രദ്ധിക്കണേ. അസ്ഥിരതയ്ക്ക് വേദപുസ്തകത്തിൽ നിന്നൊരു ഉദാഹരണം എടുക്കാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്നു പത്രോസിനെ പോലെ വേറൊരാളെ എടുക്കാൻ പറ്റില്ല. ദ ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് വേണം പറയാം. പത്രോസ് അപ്പോസ്തലനാ. വിശദീകരിക്കണ്ടല്ലോ. ഒരിക്കൽ പറഞ്ഞു, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോവും? അതേ പത്രോസ് പിന്നെ പറഞ്ഞു, എല്ലാം വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്തോ കിട്ടും? ഒരിക്കൽ പറഞ്ഞു, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല. മണിക്കൂറുകൾക്കുള്ളിൽ അവൻ പറഞ്ഞു, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല. ഇത്രയ്ക്ക് അസ്ഥിരത പുലർത്തിയ ഒരു മനുഷ്യൻ പുതിയ നിയമത്തിൽ ഇല്ല എന്ന് വേണം പറയാൻ. ആ പത്രോസിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട മറ്റൊരു അസ്ഥിരതയാണ് നാം വായിച്ച വാക്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഒരിക്കൽ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ആ ഭാഗം നമുക്കറിയാമല്ലോ. അവിടെ ചാടിക്കേറി പത്രോസ് പറഞ്ഞ മറുപടി ഇങ്ങനെയാ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ മറുപടി കേട്ട് കർത്താവ് പോലും അത്ഭുതം കൂറിയിട്ട് പറഞ്ഞു, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. നീ അതുകൊണ്ട് ഭാഗ്യവാനാണ്. അവിടെ നിന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ യേശു തന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി പറയുന്നു, നിനക്കങ്ങനെ ഭവിക്കരുത്. ആ പത്രോസിനോടുള്ള യേശുവിന്റെ മറുപടി ഇങ്ങനെയാണ്, സാത്താനെ, നീ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നോക്കിയേ, എത്ര വേഗത്തിലെ പ്രതിസന്ധികൾക്കകത്ത് പത്രോസ് വീഴാനിടയായി തീർന്നത്. ഇന്ന് രാത്രി എൻ്റെ ചിന്തയിലേക്ക് വരട്ടെ. എൻ്റെ ഭാവന ഇങ്ങനെയാണ്, അടുത്ത ചില ദിവസങ്ങൾ പത്രോസിന്റെ ഓട്ടത്തിനു വേഗത കുറഞ്ഞിട്ടുണ്ടാകാം. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അവൻ കണ്ടേക്കാം. പക്ഷേ അല്പം അകലം വിട്ടായിരിക്കാം പത്രോസ് യേശുവിനെ അനുഗമിച്ചത്. കാരണം
അവൻ കണ്ണടച്ച അവന്റെ കാതിൽ കേൾക്കുന്നൊരു വാക്കുണ്ട്, നീ എന്നെ വിട്ടു പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. പക്ഷെ ഇന്ന് രാത്രി ആ കർത്താവിന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. വായിച്ച വചനം ഇങ്ങനെ പറയുന്നു, 6 ദിവസം കഴിഞ്ഞ് ആ പത്രോസിന്റെ കരം പിടിച്ചുകൊണ്ട് യേശു ഒരു മറുരൂപ മലയിലേക്ക് കയറിപ്പോകുക. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ സ്ഥിരത പുലർത്തി തൻ്റെ മരണത്തോട് അടുത്തപ്പോൾ താൻ പറയുക, ഞാൻ യേശുവിൻ്റെ ശക്തിയും സാക്ഷ്യവും നിങ്ങളോട് പറഞ്ഞത് നിർമ്മിതി കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷിയായി തീർന്നിട്ടാ. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്, അമ്മേ, സ്ഥിരതയോടെ ഓടുവാൻ ആഹ്വാനം ചെയ്യാൻ ഇവിടെ ആളുണ്ട്. സ്ഥിരതയോടെ ഓടിയില്ലെങ്കിൽ നിത്യതയിൽ പോകത്തില്ലെന്ന് പറയാൻ ഇവിടെ ആളുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം, അമ്മ, ഒരു അസ്ഥിരന്റെ കൈ പിടിച്ചുകൊണ്ട് അവൻ ഒരു മറുരൂപ മലയിലേക്ക് കയറിപ്പോകാൻ, അവനോടൊപ്പം സമയം ചിലവിടുവാൻ, അവനോട് ചേർന്നിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ, അവനെ സ്ഥിരതയിലേക്ക് നയിക്കാൻ അവൻ നിയോഗമുള്ള എത്ര ദൈവദാസന്മാരുണ്ട്. അവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഇവിടെ കുറ്റപ്പെടുത്താൻ ആൾക്കാരുണ്ടായേക്കാം, അവൻ നിന്റെ മേൽ നിയമ നടപടിയെടുക്കാൻ ആള് കണ്ടേക്കാം, മാറ്റി നിർത്താൻ ആള് കണ്ടേക്കാം. എന്നാൽ ഒരേ ഒരുവനുണ്ട്, നിന്റെ കരം പിടിച്ചുകൊണ്ട് ഇനി നീ താണു പോകാതിരിക്കാൻ പ്രാർത്ഥനാ മലയുടെ മുകളിലേക്ക് നിന്നെ കേട്ടിക്കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഈ രാത്രി എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റും? ശമന റബദന റഗദന ഗദന. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ 2024 ദൈവസഭ ഏറ്റെടുക്കേണ്ടത്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 90% പേരുടെയും പ്രശ്നമാ അസ്ഥിരത എന്നുള്ളത്. ഈ 90% മാറ്റി നിർത്തുകയല്ല, അവരോട് ചേർന്ന് സമയം ചിലവഴിക്കുക, അവർക്ക് വേണ്ടി ഇടിവി നിൽക്കാൻ, അവരുടെ വലങ്കരം പിടിച്ചുകൊണ്ട് ചില പ്രാർത്ഥനാ മുറികളിലേക്ക് കയറാൻ അഭിഷേകം നിയോഗവും പ്രാപിക്കുന്ന ഒരു സമ്മേളനമായി ഈ സമ്മേളനത്തെ ദൈവം മാറ്റിയെടുക്കട്ടെ. പഴയ നിയമത്തിലൊരു മനുഷ്യൻ തളർന്നു, വിശദീകരിക്കണ്ടല്ലോ. ആ മനുഷ്യൻ തളർന്നിട്ട് അവസാനം കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, മതി യഹോവേ എൻ്റെ പ്രാണനെ, മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് പറഞ്ഞവനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ശക്തമായി നിന്ന ഒരു മനുഷ്യനാ. മതി യഹോവ എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ വോളണ്ടിയർ റിട്ടയർമെൻറ്റിൻ്റെ ഫോം ഇങ്ങ് ഫില്ലപ്പ് ചെയ്ത് തന്നേര്, നീ റിട്ടയർമെൻ്റ് എടുത്ത് വീട്ടിൽ പോയിരിക്കാനല്ല കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. അവനെ ബലപ്പെടുത്താൻ ആരുമില്ലാതിരിക്കെ സ്വന്തം ദൂതനെ കനലടലിയുമായി ആ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട ഒരു യേശുവിൻ്റെ സ്നേഹ, ദൈവത്തിൻ്റെ സ്നേഹ ഇന്നലകളിൽ അനുഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരുമിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറയാമോ? അവൻ അവിടെ പിന്നെയും കിടന്നുറങ്ങി, അവനെ വീണ്ടും തട്ടി ഉണർത്തി. അവൻ അവിടെ ഹോരേബ് വരെ ചെന്നു. ഹോരേബിൽ ചെന്നപ്പോൾ അവനൊരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചു. കർത്താവ് വിട്ടില്ല കേട്ടോ. നിന്നെ വിടാത്ത ദൈവ സ്നേഹത്തെ ഓർത്ത് ഈ രാത്രി എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റൂ? എൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറയുക, അവൻ അടച്ചിട്ട ഗുഹയുടെ വാതിലെ തള്ളി തുറന്ന് കർത്താവ് അവനെ കരം പിടിച്ച് പുറത്തു കൊണ്ട് പറയുക, നിനക്കൊരു ദൂരയാത്ര ചെയ്യാനുണ്ട്, നീ തളർന്നു പോകേണ്ടവനല്ല. ഈ രാത്രി അതേ ദൂത് ഈ ആലയത്തിൽ ഈ പന്തലിനകത്ത് വ്യാപരിക്കുകയാ. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പറയുന്നു, നീ തളർന്നു പോകേണ്ടവനല്ല. ശമന റബദ ലബദ റബദ ലഗദ റഗജ. ഹല്ലേലൂയ. ഈ പത്രോസ് വീണ്ടും ഒരിക്കൽ കൂടെ അസ്ഥിരത വന്നു കേട്ടോ. പത്രോസ് മാത്രമല്ല, കൂട്ടാളികൾ ഉണ്ടായിരുന്നു. ആ കൂട്ടാളികളെല്ലാം കൂടെ അസ്ഥിരത വെളിപ്പെട്ട് നിൽക്കുന്ന, എൻ്റെ ഭാഷയിൽ പറയട്ടെ, ഒരു അസ്ഥിരയുടെ ആത്മാവ് വ്യാപരിക്കുന്ന ഗലീല കടലിലെ കരയിലേക്ക് ഒരു പ്രഭാതത്തിൽ കടന്നു ചെന്നിട്ട് സ്വന്തം കൈ കൊണ്ട് പ്രാതലുണ്ടാക്കി കുഞ്ഞുങ്ങളെ എന്ന് അവരെ വിളിച്ചൊരു യേശുവിൻ്റെ സ്നേഹ ഈ രാത്രി തിരിച്ചറിയുന്നവ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. നീ തകരാൻ അവൻ അനുവദിക്കത്തില്ല, നീ തളർന്നു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല.
അസ്ഥിരപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാത്രി ആരുടെയൊക്കെയോ ജീവിതത്തിന്റെ വാതിലുകളെ തള്ളി തുറന്ന് കർത്താവ് പറയുന്നു, എനിക്ക് നിന്റെ ആവശ്യമുണ്ട്. തിരിച്ചറിയുന്നവ ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. സമയം വേഗത്തിൽ പോകുന്നല്ലോ. ഒരിക്കലും ഒരു ഇടയന് 100 ആടും കൂടെ ഒരു യാത്ര ചെയ്തു കേട്ടോ. അവരുടെ പേച്ചിൽ പുറത്തുനിന്ന് അവരുടെ ആലയിലേക്കാണ് യാത്ര ചെയ്തേ. അവിടെ ചെന്നപ്പോൾ 99 എണ്ണേ ഉള്ളു. അവിടെ 99 ദൈവം സംരക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞ് സ്തോത്ര പ്രാർത്ഥന നടത്തിയ ഒരു ഇടയനല്ലിത്. പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയ ഒരു ഇടയനല്ലിത്. 99 മരുഭൂമിയിൽ വെട്ടിട്ട് ഭാരം കൊണ്ടോ മുറുകെ പറ്റുന്ന പാപം കൊണ്ടോ കാരണം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഏതൊക്കെയോ മുള്ളുകൾക്കിടയിൽ കുടുങ്ങിപ്പോയതിനെ അവൻ ചെന്ന് തോളിലെടുത്തുകൊണ്ട് ഓട്ടം പൂർത്തീകരിക്കാൻ സഹായിച്ച, ആലയിൽ തിരിച്ചു കയറാൻ സഹായിച്ച ഒരു യേശുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടുള്ളവ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാ. ഈ രാത്രി തളർന്നതിനെ തോളി ചുമന്നുകൊണ്ട്, തകർന്നതിനെ തോളി ചുമന്നുകൊണ്ട്, കുടുങ്ങിപ്പോയതിനെ തോളി ചുമന്നുകൊണ്ട് ആലയിലേക്ക് മടങ്ങി വരുന്ന ആ യേശുവിന്റെ സ്നേഹത്തെ ഓർക്കാൻ കഴിയുന്നവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ വാക്കൾ ചുരുക്കാം. എന്തുകൊണ്ട് നീ ആ യേശുവിനെ നോക്കണം? ഇന്ന് രാത്രി യേശുവിനെ നോക്കുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ തളരാൻ അവൻ അനുവദിക്കുന്നില്ല, ഞാൻ തളരാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അങ്ങ് വിടുക, അവനൊപ്പം പറയാൻ ആരുമില്ല, കാര്യം ശരിയാ. പക്ഷെ ഇന്ന് രാത്രി എൻ്റെ ഓട്ടത്തിൽ ഞാൻ യേശുവിനെ നോക്കാൻ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ വീണു പോകാൻ ആഗ്രഹിക്കാത്ത ഒരുവനുണ്ടെങ്കിൽ അതെൻ്റെ യേശു മാത്രമാണ്. ഈ പന്തലിൽ ഇന്ന് രാത്രി ആ യേശുവിന്റെ സ്നേഹം വ്യാപരിക്കട്ടെ. നീ എന്തുകൊണ്ടാ സ്ഥിരതയോടെ ഓടേണ്ടത്? നിന്നെ സ്നേഹിച്ചൊരു യേശു ഉള്ളത് കൊണ്ട്. എന്തുകൊണ്ടാണ് നീ യേശുവിനെ നോക്കേണ്ടത്? നീ തകർന്നു പോകാൻ ആഗ്രഹിക്കാത്തൊരപ്പൻ നിനക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. വിശ്വസിക്കുന്നവ ആ 2 കരവും അടിച്ച് ആ ദൈവ സ്നേഹത്തിനായി ഇന്ന് രാത്രി കുടുങ്ങിക്കിടക്കുന്ന ചില മേഖലകൾക്കകത്തു നിന്ന് നിന്നെ തോളിലേറ്റി പുറത്തു കൊണ്ടുവരുക, നിന്റെ ഓട്ടം പൂർത്തീകരിക്കുക, നിന്നെ സഹായിക്കാൻ ഇറങ്ങി വരുന്ന ഒരു യേശുവിന്റെ സാന്നിധ്യം ഈ പന്തലിൽ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നന്ദിയോടെ ആ ദൈവത്തിന് സ്തോത്രം പറയാ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ജയിച്ചവനും മെമ്മന്റോ കൊടുക്കുകയല്ല സഭയുടെ ഉത്തരവാദിത്വം, തകർന്നവന്റെ കൂടെ നിൽക്കുകയാ. ഹല്ലേലൂയ. ജയിച്ചവനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ദൈവസഭയുടെ ഉത്തരവാദിത്വം, തളർന്നു പോയവന്റെ കരം പിടിച്ചുകൊണ്ട് മറുരൂപ മലയിലേക്ക് കയറുക. ഹല്ലേലൂയ. നീ ജയിച്ചവനെ മാത്രം അഡ്രസ് ചെയ്താൽ സഭയിലെ 10% ഉള്ളു കേട്ടോ. ബാക്കി 90% എപ്പോഴെങ്കിലുമൊക്കെ ക്ഷീണിച്ചു പോയിട്ടുള്ളവരാ. ഈ രാത്രി അവരെ അഡ്രസ് ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. ദൂത് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ഒരു വാചകം കൂടെ ഞാൻ പറയുക, എന്നെ ആരും കല്ലെറിയല്ലേ. ആരൊക്കെയോ ചേർന്ന് സഭയെ അടച്ചു കെട്ടിയ തോട്ടമാക്കിയിട്ടുണ്ട്. കെട്ടിയടച്ച തോട്ടം, സഭ കെട്ടിയടച്ച തോട്ടമാ. ഉപദേശപരമായി, വിശുദ്ധിയിൽ, വേർപാടിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷെ ദൈവ സ്നേഹത്തിൽ ഞാൻ പറയുന്നു, സഭയെ കെട്ടിയടച്ചിട്ടു, പക്ഷെ സഭാ ഹോളിനെ കെട്ടിയടച്ചിടരുത്. അതിൻ്റെ വാതിലുകൾ തുറന്ന് കിടക്കട്ടെന്നേ. അല്പം മുടി നീട്ടി വളർത്തിയവനോ, അല്പം കൃതാവുള്ളവനോ, വിഭൂറിമീശ ഉള്ളവനോ, അല്പം കഞ്ചാവ് അടിക്കുന്നവനൊക്കെ ആണെങ്കിലും അവൻ അതിനകത്തൊന്ന് കയറി വരട്ടെ. അവിടെ വന്ന് മഹിമ കണ്ട സാക്ഷിയായി തിരിച്ചു പോകണ്ടേ? അതല്ലേ സഭയുടെ ഉത്തരവാദിത്വം?
തകർന്നവനെ ചേർത്ത് പണിതെടുക്കുക. അതാണ് ദൈവസഭയുടെ ഈ കാലത്തിന്റെ ഉത്തരവാദിത്വം. ശമന റബദന റബദുനിഗമന. തെറ്റിദ്ധരിക്കരുതേ, ഇന്നിവിടെ ഇരിക്കുന്ന സകലരുടെയും രോഗങ്ങൾ ഒരുമിച്ച് സൗഖ്യമായാലും എൻ്റെ കർത്താവിൻ്റെ സന്തോഷം ഒരു ഭാവിയെങ്കിലും മാനസാന്തരപ്പെട്ടാൽ അതിനകത്ത് സന്തോഷിക്കുന്ന ഒരു യേശുവിനെയാ ഈ രാത്രി ഞാൻ ആരാധിക്കുന്നത്. ചേർന്ന് സ്തോത്രം പറയാൻ കഴിയുമോ? സമയം കടന്നുപോയി. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ചുരുക്കാം. ഇന്നത്തെ പോലെ സഭാ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. പൗലോസ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് ഒരു ഇൻഡിപെൻഡന്റ് മിനിസ്ട്രി ആയിട്ടാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം പറഞ്ഞു 14 ആണ്ട് കഴിഞ്ഞിട്ട് അന്നത്തെ നേതൃത്വത്തെ ഒന്ന് പരിചയമാകേണ്ടതിന് യെരൂശലേമിൽ വന്നു. അവിടെ വന്ന അന്നത്തെ സഭ എക്സിക്യൂട്ടീവ്സ് തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കണ്ടു. തെറ്റിദ്ധരിക്കരുതേ, അന്നത്തെ എക്സിക്യൂട്ടീവ്സിന് പറഞ്ഞു കൊടുക്കാൻ സഭാ ഭരണഘടനയുണ്ടായിരുന്നില്ല. അന്നത്തെ എക്സിക്യൂട്ടീവ്സിന് പറഞ്ഞു കൊടുക്കാൻ സഭാ പോളിസി ഒന്നും ഇല്ലായിരുന്നു, കീഴ്വഴക്കം ഒന്നും ഇല്ലായിരുന്നു, തിയോളജിയും പറഞ്ഞു കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ദരിദ്രരെ ഓർത്തുകൊള്ളണം, ദരിദ്രരെ ഓർത്തുകൊള്ളണം, ദരിദ്രരെ ഓർത്തുകൊള്ളണം. തകർന്നു കിടക്കുന്നവരുണ്ട്, വീണ്ടും കിടക്കുന്നവരുണ്ട്, അസ്ഥിരരുണ്ട്. അവരെ മറന്ന് മുൻപോട്ട് പോകാൻ സഭയ്ക്ക് അനുവാദമില്ല. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം പറയാ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയട്ടെ. എന്തുകൊണ്ട് നീ ഓടണം? നിന്നെ സ്നേഹിക്കുന്ന യേശു ഉള്ളത് കൊണ്ട്. ഇന്ന് രാത്രി എന്തുകൊണ്ട് നീ യേശുവിനെ നോക്കണം? എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച്. ആത്മാവ് ഞാൻ പറയാ, ആമേൻ, നീ തളർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നൊരു മനുഷ്യനുണ്ട് കേട്ടോ. അത് വേറെ ആരുമല്ല, നിനക്ക് വേണ്ടി ജീവൻ തന്ന ക്രിസ്തുവാ. ഹല്ലേലൂയ. ആ സ്നേഹം അനുഭവിക്കുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞേ. അതരങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ. റമനപദന. നിന്നെ വേണ്ട, നീ എനിക്ക് ഇടച്ചയാകുന്നു എന്ന് പറഞ്ഞ അതേ പത്രോസിന്റെ കരം പിടിച്ചുകൊണ്ട് ആമേൻ മറുരൂപമലയിലേക്ക് കയറിപ്പോയ ആ യേശുവിന്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ളവർ ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. മതി കർത്താവേ മതി എന്ന് പറഞ്ഞ് കയറിയിരുന്ന ചില ഗുഹകളുടെ വാതിലുകളെ തള്ളി തകർത്തതിൻ്റെ അകത്ത് വന്ന് അല്ല, എത്രയോ സാക്ഷി നാം കേട്ടിട്ടുണ്ട്. ജീവിതത്തിലെല്ലാം തകർന്നു എന്ന് തോന്നിയപ്പോൾ ഒരു സാരിത്തുമ്പിലോ ഒരു വിഷക്കുപ്പിയിലോ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്ത എത്രയോ ഭവനങ്ങളുടെ വാതിലുകളെ തള്ളി തുറന്ന് കയറി വന്ന ദൈവദാസന്മാരല്ലേ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഇന്ന് രാത്രി നിരാശയുടെ ആത്മാവ് വ്യാപരിക്കുന്ന, അനിശ്ചിതത്വത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന, അസ്ഥിരതയുടെ ആത്മാവ് വ്യാപരിക്കുന്ന ഗലീല കടലിന്റെ കരയിലേക്ക് ആ പ്രഭാതത്തിൽ കയറി വന്ന് സ്വന്തം കൈ കൊണ്ട് പ്രാതലുണ്ടാക്കി വന്ന് പ്രാതൽ പങ്കിട്ടുകൊള്ളുവീനെന്ന് വിളിച്ചു മടക്കിക്കൊണ്ടുവന്ന ആ യേശുവിന്റെ സ്നേഹത്തിന് എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. അവിടെ വന്നത് പ്രസംഗമല്ല, അവിടെ പത്രോസിനെ മടക്കി കൊണ്ടുവരുവാൻ ഒറ്റ ചോദ്യമേ ആവശ്യമായി വന്നുള്ളൂ. നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഓട്ടത്തിൽ ഓടമേ സ്ഥിരത വേണമോ? തളരാതിരിക്കണമോ? ഒറ്റ കാര്യം, ജീവൻ തന്നവനെ ആഴമായി സ്നേഹിക്കുക. എല്ലാ കണ്ണും അടയട്ടെ. ചേർന്നിങ്ങനെ ഒന്ന് പറയാമോ? അപ്പാ, എത്ര നിരാശയുടെ ഗുഹകൾക്കകത്ത് ഞാൻ ഒതുങ്ങിപ്പോകേണ്ട ഇടത്ത്, എൻ്റെ ശുശ്രൂഷ ഒതുങ്ങിപ്പോകേണ്ട ഇടത്ത്, എൻ്റെ ആത്മീയ ജീവിതം ഒതുങ്ങിപ്പോകേണ്ട ഇടത്ത് സ്വർഗത്തിലെ ദൂതന്മാരെ കനലട കൊണ്ട് കൊടുത്തു വിട്ടതുപോലെ ഈ രാത്രി എൻ്റെ ആ തളർച്ചയുടെ മേൽ, എൻ്റെ ആ സ്ഥിരതയുടെ മേൽ ദൈവം ഒന്ന് തൊടണം. ഇന്ന് രാത്രിയിൽ കരമടിക്കല്ല, ആരും ഹല്ലേലൂയൊന്നും പറയണ്ട. പക്ഷെ ഇന്ന് രാത്രി തലയൊന്ന് കുനിച്ച് ആ ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ ഒരു തുള്ളി കണ്ണീരൊന്ന് വീഴാൻ പറ്റിയ ആമൻ നിന്നെ തോളി ചുമന്നുകൊണ്ട് ഈ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു യേശുവിൻ്റെ സ്നേഹം
എന്നോട് ചേർന്ന് എത്ര പേർ ഈ രാത്രി പറയും, ഈ യേശുവിനെ അറിഞ്ഞതാ എൻ്റെ ഭാഗ്യ, ഈ യേശുവിൻ്റെ പുറകെ പോയതാ എൻ്റെ ഭാഗ്യ. ആമേൻ. ഞാൻ തകരാൻ അനുവദിക്കാത്ത ആ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഒരു മിനിറ്റ് ചേർന്ന് നമുക്കൊന്ന് പറയാം. ഹല്ലേലൂയ. ഇത്ര നല്ലവനാ പ്രിയനേ, ഇതരയിൽ രുചിച്ചറിവാ, ഇത്ര നല്ലവനാ പ്രിയനേ, ഇതരയിൽ